പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വട്ടുലക്കി ഊരിന് സമീപം പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ആന ഇറങ്ങിയത്. RRT ഉദ്യോഗസ്ഥരെത്തി ആനയെ കാട് കയറ്റി. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, കഴിഞ്ഞ ബുള്ളറ്റിനിൽ ധോണിയിലെ പുലിശല്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. വന്യമൃഗശല്യം വീണ്ടും രൂക്ഷമാകുന്നു ജനവാസ മേഖലകളിൽ, വനാതിർത്തി ഗ്രാമങ്ങളിൽ എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തയിൽ. ഇക്ബാൽ അറക്കലുണ്ട് നമുക്കിപ്പം. ഇക്ബാൽ, അട്ടപ്പാടിയിലാണ് ഇന്നിപ്പോൾ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. RRT സംഘം ആനയെ കാട് കയറ്റിയെങ്കിൽ പോലും വന്യജീവി ശല്യം അതിരൂക്ഷമാകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ആന പുറത്തേക്ക് എത്തുന്നത്. ഇക്ബാൽ, ഇക്ബാൽ കേൾക്കാമെങ്കിൽ എന്റെ ചോദ്യം എന്തൊക്കെയായിരുന്നു, എപ്പോഴാണ് ഈ ആന പുറത്തേക്ക് ഇറങ്ങിയത്? വന്യജീവി ശല്യം വീണ്ടും ഈ ശക്തമായ മേഖലയിൽ ശക്തമായി വരികയാണ് എന്ന സൂചനകൾ തന്നെയല്ലേ ഇക്ബാൽ അറക്കൽ? അട്ടപ്പാടി മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി തവണയാണ് ഈ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഈ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി പല ഈ ആദിവാസി ഊരുകളുടെ സമീപത്തേക്കും ആന എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഉള്ളൂരുകളായതുകൊണ്ട് തന്നെ പലപ്പോഴും നാട്ടുകാർ വിവരം അറിയിക്കുന്നുണ്ടെങ്കിലും വനവകുപ്പിന് ആ പ്രദേശത്തേക്ക് എത്താനോ ആനയെ തുരത്താനോ സാധിക്കുന്നില്ല. പൂർണ്ണമായും ആനയെ കാട് കയറ്റാൻ വനവകുപ്പിന് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായ ആന വീണ്ടും ഈ ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ അട്ടപ്പാടി വട്ടുലക്കി ഊരിലേക്ക് കാട്ടാന എത്തിയത്. ഈ ആദിവാസി ഊരിന് സമീപത്തെത്തിയ ആന ഏറെ നേരം അവിടെ നിലയുറപ്പിച്ചതിന് ശേഷം പിന്നീട് നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ശബ്ദമുണ്ടാക്കി ഈ ആനയെ അവിടെ നിന്ന് കാട് കയറ്റുകയായിരുന്നു. ഏതായാലും പുലർച്ചയോടുകൂടി തന്നെ ഈ ആനയെ കാട് കയറ്റാൻ RRT സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ ആനകളെ കാട് കയറ്റാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ തുടർച്ചയായി പിന്നീടും ഈ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരം വേണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്തെ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ പൂർണ്ണമായും സ്ഥാപിക്കണമെന്ന് ഏറെ നാളായി ഈ വട്ടുലക്കിയിലും അതുപോലെ തന്നെ മറ്റ് ആദിവാസി ഊരുകളിലെയും ആളുകൾ നിരവധി തവണയായി അധികാരികളോട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും തുടർച്ചയായി ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വയനാട് നടക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒരു പ്രദേശമാണ് ഈ പാലക്കാട്ടെ അട്ടപ്പാടി എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോഴും തുടർച്ചയായി കാട്ടാന എത്തുമ്പോഴും യാതൊരു രീതിയിലൊരു ഇടപെടലും നടത്താൻ കഴിയാതെ വനവകുപ്പ് നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി അട്ടപ്പാടി വട്ടുലക്കി ഭാഗത്തേക്കാണ് ജനവാസ മേഖലയിലേക്കാണ് കാട്ടാന എത്തിയത്. ഏറെ നേരം നിലയുറപ്പിച്ച ശേഷം റെയിൽ ഫെൻസിംഗ് ഇല്ല, കാട്ടാനയുണ്ട്. അട്ടപ്പാടി വട്ടുലക്കി ഊരിൽ കാട്ടാനയുടെ സാന്നിധ്യമാണ് ഉണ്ടായത്. RRT സംഘം മടക്കി അയച്ചെങ്കിലും വലിയ ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്ന നാട്ടുകാരുള്ളത് എന്നാണ് ഇക്ബാൽ അറക്കൽ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.